പ്രൈസ് ദി ലോർഡ്. അഗ്നിനാവുകൾ എന്ന വചന ശുശ്രൂഷയിലേക്ക്, അതിലുപരി പ്രവചന ശുശ്രൂഷയിലേക്ക്, കാരണം കഴിഞ്ഞ എപ്പിസോഡുകൾ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും അറിയാം, പ്രവചനാത്മാവിൽ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ തലമുറയിൽ അതിശക്തിയോടെ പ്രവചനാത്മാവിൽ അഭിഷക്തന്മാരെ ഉപയോഗിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കാരണം ദൈവമക്കളുടെ അവസ്ഥകൾ കണ്ട്, അവർ ആയിരിക്കുന്ന പരിതസ്ഥിതികൾ കണ്ട്, അല്ലെ അവർ കടന്നു പോകുന്ന വിഷയങ്ങളിലൂടെ ശുശ്രൂഷകൾ കടന്നു പോകുന്നതുകൊണ്ടിൽ മാത്രമേ ശുശ്രൂഷകൾ വിജയിക്കുവാൻ ഇടയാകത്തുള്ളൂ. അപ്പോൾ ദൈവദാസന്മാർ അതിശക്തിയോടെ നിങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം നട്ടതിനെ, ദൈവം ആരംഭിച്ചതിനെ വളരുമാറാക്കുവാൻ ദൈവശക്തനെന്ന് തിരിച്ചറിയുവാൻ ഇടയായി. അതിനെ അറിയാത്ത അനേകർ വിളിക്കുവാനും അവരുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാക്കുവാനും അതിലുപരി ഇതിനുവേണ്ടി സഹായഹസ്തങ്ങളെ നീട്ടുവാനും ദൈവം അനേകരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ യാതൊരു മറവുമില്ലാത്ത സ്വർഗീയ പിതാവ് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ 100 ഇരട്ടി പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ദൈവമക്കളുടെ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനകൾ, സഹായങ്ങളെല്ലാം ആവശ്യമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളാലാവുന്ന രീതിയിൽ ദൈവാത്മാവിന്റെ പ്രേരണ പ്രകാരം ചെയ്യുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കട്ടെ. ഇന്ന് പൽക്കാലത്ത് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ വളരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അവർ ആത്മീയ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരണമേ. അവർ രഹസ്യമായി പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും സ്വർഗീയ പിതാവിന്റെ കൈവപ്പ് അങ്ങ് നൽകിയതിനായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ അവർ മറുപടികൾ ലഭിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നിലവാരത്തിലും നിന്റെ മക്കൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. അവരുടെ പുതിയ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉളവായി വരുവാൻ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹം അവിടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും വെച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവരെഴുതി അറിയിക്കുന്നുണ്ട്, അവർ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട്. രഹസ്യമായിട്ടുള്ളത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, പരസ്യമായി പറയുന്നത് പരസ്യമായി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കുന്നല്ലോ. അഗ്നിനാവുകൾ എന്ന ഈ പ്രഭാഷണത്തിൽ തുടർച്ചയായി ദൈവിക സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡ് ശ്രദ്ധിച്ച ദൈവമക്കൾക്ക് അറിയാം, ഞാനിങ്ങനെ പറയുവാനിടയായി തീർന്നു. മരുഭൂമിയിൽ ഹാഗർ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കരഞ്ഞു നിലവിളിക്കുക, ഈ തലമുറയുടെ മരണം, ഈ ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവിക ശബ്ദം ഹാഗറിനെ ദൈവം കേൾപ്പിക്കുക. അപ്പോൾ എവിടെ കരഞ്ഞാലും എവിടെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്കൊരു മറുപടി എന്ത് ചെയ്യും? ദൈവം തരും. ചെല്ലു പറയും പ്രാർത്ഥനയ്ക്ക് മറുപടി ചില വിഷയങ്ങൾക്ക് കിട്ടത്തില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ലെന്നെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ എന്ത് ചെയ്യും? ഇടയാവും. ചില പെട്ടെന്ന് നമ്മൾ തിരുവചനം വായിച്ച ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് മറുപടിയുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾക്ക് ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും മറുപടി. ചില വിഷയങ്ങൾക്ക് മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് മറുപടിയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ദൈവം പറയുവാൻ, നിന്നെ ഗൾഫിലയക്കും, നാളുകളോളം ആ ദൂത് നിറവേറിയില്ല. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ആ ദൂത് എങ്ങനെ നിറവേറാന്നേ? 40 വയസ്സ് കഴിഞ്ഞ ആളെ ഇനി ഗൾഫിലോട്ട് എന്ത് ചെയ്യത്തില്ല? തൊഴിൽ വീസ കൊണ്ടുപോകാൻ ഇടയാകത്തില്ല. എന്നാൽ 40 വർഷം കഴിഞ്ഞു. രാജ്യത്തിന്റെ നിയമം തനിക്കെതിരായിരുന്നു. എന്നാൽ വിടാമെന്ന് പറഞ്ഞത് ദൈവമായതുകൊണ്ട് തക്ക സമയമായപ്പോൾ നിയമങ്ങളെ മാറ്റി ദൈവം തൊഴിൽ വീസയിൽ തന്നെ ദൈവം ഗൾഫ് രാജ്യത്തേക്ക് അയക്കുവാനിടയായി. ഇന്ന് പകൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചെല്ലെ നോക്കി പ്രവചിച്ചു പറയുക, രാജ്യത്തിന്റെ നിയമങ്ങൾ നിനക്കെതിരാ. സ്തോത്രം. ഇനി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കത്തില്ലെന്നാണ് നീ ചിന്തിക്കുന്നത്. എന്നാൽ ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ആലോചന നീ ദൈവ ശബ്ദം നിന്റെ കാതുകളിൽ കേട്ടതാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം വെളിപ്പെടുമെന്ന് പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി നിനക്ക് ഒരു അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോവുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം വെളിപ്പെടുത്താൻ പോവുക. ഇനി ആ രാജ്യത്ത് എനിക്ക് പോകാൻ കഴിയത്തില്ലെന്നാണ് നീ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയട്ടെ, ആ രാജ്യത്തേക്ക് ദൈവം നിന്നെ അയക്കാൻ പോവുക. ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ ദാസി ആ രാജ്യത്തേക്ക് പോകുവാൻ ദൈവം സാഹചര്യങ്ങളും പരിതസ്ഥിതികളും ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. നിയമങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ,
സ്തോത്രം. മാനുഷിക ചിന്തകൾക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന, മാനുഷിക നിരൂപണങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന, കാലാവസ്ഥകൾക്കും എല്ലാത്തിനും അപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്റെ ജനമായ ഇസ്രായേലിന് ഇന്ന് വിടുതൽ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യോശുവ നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവുക, ചന്ദ്രൻ ഉദിക്കാൻ പോവുക. എന്നാൽ ദൈവത്തിന്റെ അഭിഷക്തനായ യോശുവ നിന്നുകൊണ്ട് പറയുക, ദൈവം ഇന്ന് വിടുതൽ തരാമെന്ന് പറഞ്ഞെങ്കിൽ സൂര്യ നീ ഗിബിയോനിൽ നിന്നേ ഒക്കത്തുള്ളൂ, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിന്നേ ഒക്കത്തുള്ളൂ. ഇന്ന് പകൽ അഭിഷക്ത, നിന്റെ നാവിനൊരു അധികാരമുണ്ട്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ പറയുന്ന ദൈവ ശബ്ദത്തിനൊരു അധികാരമുണ്ട്. നിന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ കാര്യങ്ങളല്ല ചലിക്കുന്നത്, മനുഷ്യന്റെ നിരുത്സാഹ വാക്കുകളല്ല നിന്നെ കീഴ്പ്പെടുത്തേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ നിന്നെ ചലിപ്പിക്കട്ടെ, ദൈവിക ദൂതുകൾ നിന്നെ ചലിപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നോട് ഇടപെട്ട പ്രവചന ശബ്ദങ്ങൾ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ പൊടി തട്ടി എടുത്ത് അതിന്മേൽ നീ ജയമെടുക്കുന്ന ദിവസങ്ങളായി സ്വർഗ്ഗ പിതാവ് തീർക്കട്ടെ. സ്തോത്ര. നിരാശപ്പെടുന്നു, മനുഷ്യൻ നിരാശപ്പെടുന്നു കേട്ടോ. അവൻ അവസരത്തിനനുസരിച്ച് നിൽക്കുന്നവനാ. നിന്റെ ഈ സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഒത്തിരി പേര് കാണും. സ്തോത്ര. നിനക്ക് ശുശ്രൂഷയ്ക്ക് സ്റ്റേജുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ, അല്ലെ മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്ക് നീ സഹകരിപ്പിക്കുമ്പോൾ അവരെല്ലാം നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാവും. എന്നാൽ നീ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിന്റെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ആരും നിന്റെ കൂടെ നിൽക്കാൻ വരത്തില്ല. ബിസിനസ് തകർന്ന് കുടുംബത്തിന്റെ ഹല്ലേലൂയ ഒരു കോണിലേക്ക് ഒതുക്കപ്പെട്ട ഒരു സഹോദരനെ ദൈവാത്മാവ് കാണിക്കുക. നിന്റെ ബിസിനസ് പച്ചപിടിച്ചിരുന്ന സമയത്ത് അനേകർ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു തകർച്ച നേരിട്ട നിമിത്തം ഭവനത്തിന്റെ ഒരു മൂലയിലേക്ക് നീ ഒതുക്കപ്പെട്ടു. നിന്റെ ഭാര്യ പോലും കുത്തുവാക്കുകൾ കൊണ്ട് നിന്നെ ദുഃഖിപ്പിക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കഴുകൻ തന്റെ ശരീരത്തിലെ ഹല്ലേലൂയ തൂവലുകൾ പറിക്കുന്നത് അവർ മരിക്കുവാൻ വേണ്ടിയല്ല, അത് നശിച്ചു പോകാൻ വേണ്ടിയല്ല, പുതിയ ചില തൂവലുകൾ കിളിക്കാൻ വേണ്ടിയാ. സഹോദര, നിന്നെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുക. ചില പേരുകൾ ദൈവം വെളിപ്പെടുത്തുക. ജോബി എന്ന് പറഞ്ഞ സഹോദരനെ ദൈവാത്മാവ് തൊടുക. ഹെൻറി എന്ന് പറയുന്ന വ്യക്തിയെ ദൈവാത്മാവ് തൊടുക. ഷീഡ എന്ന് പറഞ്ഞ സിസ്റ്ററെ, ആ കുടുംബത്തെ ദൈവാത്മാവ് സ്പർശിക്കുക. ഇന്ന് പകൽ ഹല്ലേലൂയ ജോർജിനെ ദൈവാത്മാവ് സ്പർശിക്കുക. വേലായുധനെ ദൈവം തൊടുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധം എന്ന് പറഞ്ഞ പേരുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുക. നിങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങുക. നിങ്ങളെ ആളുമാറിയവരെ പോലെ കുടുംബത്തിന്റെ അവസ്ഥകളെ, പരിസ്ഥിതികളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം വ്യത്യാസത്തിലേക്ക് നടക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. വിശ്വസിക്കുക. നാളുകളായി എന്റെ പേര് പറഞ്ഞ് എന്നോടൊരു ദൂതൻ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. ജോർജ്, നിന്നോട് തന്നെയാ ദൈവം സംസാരിച്ചിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടിരിക്കുക. നിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്തത് ദൈവാത്മാവ് കണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നീ സേവിക ദൈവം ആരാണെന്ന് നിന്റെ കുടുംബത്തിന്റെ അകത്ത് തന്നെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവിക ആലോചന ദൈവം നിന്നോട് പറയുക. ശ്രദ്ധിക്കണമേ. അപ്പോ ഹല്ലേലൂയ, ഇതാ ഹല്ലേലൂയ നിന്റെ വാക്തത്വങ്ങൾ, നിന്റെ ദൂതുകൾ, അതിനെ നീ മുറുകെ പിടിക്കുവാൻ ഇടയായി തീരും. കുഞ്ഞിനെ ഹല്ലേലൂയ ഇട്ടിട്ട് അമ്പുപാട് ദൂരത്ത് മാറിയിരുന്ന് കരയുന്ന അവളെ നോക്കി പറയുക, നിന്റെ വാക്തത്വം അവിടെ നിന്ന് കരയുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. നിന്റെ കൂടെ കരയാൻ ആരും കാണത്തില്ല, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല, നിന്റെ കൂടെ ഉപവസിക്കാൻ ആരും കാണത്തില്ല. പക്ഷേ ദൈവദാസ, നീ ഉപവാസം നിർത്തരുത്. കാരണം ഉപവാസത്തിന്റെ രുചി നിനക്കേ മനസ്സിലായത്തുള്ളൂ, ഉപവാസത്തിന്റെ അനുഗ്രഹം നിനക്കേ അറിയത്തുള്ളൂ. മാതാവേ, കണ്ണുനീര് നിർത്തരുത്. നിന്റെ കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന നിന്റെ കണ്ണുനീരാ. നിന്റെ കുടുംബത്തെ നിലനിർത്തുന്ന നിന്റെ പ്രാർത്ഥനയാ. ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പുല്ലുമേഞ്ഞ വീടിന്റെ സ്ഥാനത്ത് ഓടുവര വന്നു, ഓടുവരയുടെ സ്ഥാനത്ത് വാർപ്പ് കെട്ടിടം വന്നു, വാർപ്പ് കെട്ടിട സ്ഥാനത്ത് 2-3 നിലകളുള്ള ഭവനങ്ങൾ വന്നു. ടൈലും മാർബിളും അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നു. പക്ഷെ ദൈവം ഒന്നാഗ്രഹിക്കുന്നു, ഇതെല്ലാം ദൈവം തന്നത് തന്നെയാ. ഹല്ലേലൂയ. അതിനകത്തൊക്കെ നീ പാർക്ക്. ഈ ലോകത്ത് ദൈവം തരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുക, ദൈവം തരുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം ശരിയാ. പക്ഷെ കണ്ണുനീര് കുറഞ്ഞു പോകുവാൻ ഇടയാകരുത്. ചില ഭവനങ്ങളിൽ നിന്ന് കണ്ണുനീര് കുറഞ്ഞു പോയി. മാസം തോറും നടത്തിയിരുന്ന പ്രാർത്ഥനകൾ നീ നിർത്തലാക്കിയില്ലയോ? ദൈവസന്നിധിയിൽ എടുത്ത പ്രതിഷ്ഠകളിൽ നിന്ന് മാറിപ്പോയില്ലയോ? ദശാംശ ദൈവസന്ധി മാറ്റുന്നതിൽ നിന്ന് ഹല്ലേലൂയ ഇൻകം വർദ്ധിച്ചപ്പോൾ നീ അവിശ്വസത കാണിച്ചില്ലയോ? ഇന്നു പകൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഇന്നു പകൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ മടങ്ങി വരാൻ തയ്യാറാ, ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. ഇന്നു പകൽ ഹല്ലേലൂയ തന്റെ കുറ്റത്തെ കുറിച്ച് ബോധ്യം വന്നപ്പോൾ ദാവീദ് പറയുക, ഞാൻ നിന്റെ കരങ്ങളിൽ വീഴുന്നു, മനുഷ്യ കരങ്ങളിൽ എന്നെ വീഴ്ത്തരുതേ. ഇന്നു പകൽ ദൈവമക്കളെ, മനുഷ്യന്റെ കരങ്ങളിൽ നമ്മളെ വീഴ്ത്തി നമ്മളെ പരസ്യകോലമാക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്നു പകൽ കുറവില്ലാത്ത മനുഷ്യനില്ല. പരാജയങ്ങൾ നമുക്ക് കടന്നു വരാൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലെ പരാജയ നിമിത്തം സഭയുടെ ഒരു കോണിലേക്ക് നിന്നെ മാറ്റിയിരിക്കുക, കമ്മിറ്റിയിൽ നിന്നെ മാറ്റിയിരിക്കുക, ശുശ്രൂഷയിൽ നിന്നെ മാറ്റി നിർത്തിയിരിക്കുക.
പ്രവചിക്കുക. ദൈവം നിന്നെ മാറ്റി നിർത്തുന്നവനല്ല. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുക. ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ശുശ്രൂഷയോടെ, ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക്, സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണമേ, നിന്നെ ഒതുക്കിയതാ, നിന്നെ മാറ്റി നിർത്തി. ഹല്ലോ സ്തോത്രം. ഒരു ദൈവദാസനെ ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ നിമിത്തം നിന്നെ ശുശ്രൂഷയിൽ നിന്ന് ഒതുക്കി നിർത്തിയിരിക്കുക, നിന്നെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. എന്നാൽ ഇന്നു പകൽ ദൈവം പറയുക, ശുശ്രൂഷ വിളിച്ചത് ദൈവമാണെങ്കിൽ മനുഷ്യൻ മാറ്റി നിർത്തിയത് കണ്ട് നീ വേദനിക്കേണ്ട കാര്യമില്ല, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് അവരുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതിശക്തിയോടെ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് വെളിപ്പാടിൽ നിന്നോട് സംസാരിക്കുക. വിശ്വസിക്കുക. സ്തോത്ര. ഇന്ന് പകൽ പറഞ്ഞ ദൈവിക ദൂതുകൾ എന്നോട് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ തയ്യാറായ ദൈവത്തിന്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാകും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. നീ കരയുമ്പോൾ നീ മാത്രമല്ല കരയുന്നത്, നിന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിന്നെ നോക്കി കരയുക. സ്തോത്ര. പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ എന്താണെന്നറിയാമോ? ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തി കണ്ടതാ. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞാൻ ചില ഭാഗങ്ങൾ സ്പർശിക്കുവാനിടയാവും. ആ സമയത്തിന്റെ പരിനിമിത്തം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധമോ വീണ്ടും ഓർമ്മ തരിക. നോക്കണേ, സെഖരിയാവ്. സ്തോത്ര. ആ ഭാഗം എടുത്ത് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ, ഒരു പ്രവാചകൻ ദൈവത്തിന്റെ ദൂത് കേട്ട് അതുപോലെ മനുഷ്യനോട് പറയുമ്പോൾ, ഇതാ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്താ? മനുഷ്യനിൽ നിന്നുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെ എടുത്ത് ദൈവത്തോട് പറയുക. സ്തോത്ര. നാളുകളായി സ്തോത്ര താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടിയില്ല. എന്നാലും താൻ ദേവാലയത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ ഇടയായില്ല, താൻ മാറിപ്പോകുവാൻ എന്ത് ചെയ്തില്ല, ഇടയായില്ല. സ്തോത്ര. എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളെ. സ്തോത്ര. ഞാനപ്പോ പറയുവാനിടയായി തീർന്നല്ലോ, ചിലർ സഭ വിട്ടു പോകുന്നു. ചില കുഞ്ഞുങ്ങൾ ദൈവസന്ധി വിട്ടു പോകുന്നു. കാരണം നാളുകളായി പ്രാർത്ഥിച്ചിട്ടും അവരുടെ വിഷയത്തിന് എന്ത് ചെയ്യുന്നില്ല, ചില നാളുകൾ മറുപടി കിട്ടാതെ നിമിത്തം അവർ വേറെ വഴികളിലേക്ക് എന്ത് ചെയ്യുക, പോവുക. ഇന്ന് പകൽക്കാലം വൈകിയ നിമിത്തമോ നടക്കാത്ത നിമിത്തമോ നീ ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം ചെയ്തു വരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രാർത്ഥനയുടെ യാഗപീഠം നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ വലത്തുഭാഗത്ത് ഒരു ദിവസം ദൈവം ദൂതനെ കാണുവാനിടയാവും. ഞാൻ ചിന്തിക്കുക, കഴിഞ്ഞ ദിവസം വരെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് ജനത്തോടുള്ള അരുളപ്പാടെന്ന് പറഞ്ഞായിരിക്കും സെഖരിയ അവനോട് സംസാരിച്ച്. എന്നാൽ അന്ന് ദൈവം പറയാം, സെഖരിയാവേ നിനക്കുള്ള ദൂത് ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രവാചക, എന്നെ കേൾക്കുന്ന ശുശ്രൂഷക, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ദൂത് പറയുന്നുണ്ട്. സ്തോത്രം. മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി സൗഖ്യമാകുന്നുണ്ട്. എന്നാൽ നിന്റെ ചില രോഗങ്ങൾക്ക് വേണ്ടി, നിന്റെ ചില പ്രതിസന്ധികൾക്ക് വേണ്ടി, നിന്റെ ചില ഇടുക്കങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒരു മറുപടി വന്നില്ല. എന്നാൽ ഈ വരും ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ യാഗപീഠത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വരാൻ പോവുക. പരിശുദ്ധമെന്നോ പ്രവചിച്ചു പറയുക, നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവദൂതൻ ഇറങ്ങാൻ പോവുക, നിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവദൂതൻ ഇറങ്ങാൻ പോവുക, നിന്റെ ജോലിയിലേക്ക് ദൈവദൂതൻ ഇറങ്ങാൻ പോവുക, നിന്റെ വിള്ളൽ പിടിച്ചിരിക്കുന്ന ചില ബന്ധങ്ങളിലേക്ക് ദൈവദൂതൻ ഇറങ്ങാൻ പോവുക. ദൈവദൂതൻ ഇറങ്ങുമോ? ദൈവദൂതൻ ഇറങ്ങും. ദൈവദൂതൻ ഇറങ്ങിയിരിക്കും. ഇന്ന് പകൽ സ്തോത്രം നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്യാൻ പോവുക, ഇറങ്ങാൻ പോവുക. സെഖരിയാവിന്റെ അടുത്തേക്ക് ദൈവദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സെഖരിയാവ് അമ്പരന്ന് പോകാനിടയായി. സെഖരിയാവ് എന്താ അമ്പരക്കാൻ കാരണം? സെഖരിയാവിന് ഇന്ന് പ്രാർത്ഥനയില്ല. സെഖരിയാവ് പറയാ, ഇന്ന് ഞാൻ ജനത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ, കാരണം എനിക്കൊരു പ്രാർത്ഥനയില്ല. സ്തോത്രം. പക്ഷെ ദൂതൻ പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അതാ ദൈവത്തിന്റെ ദൂതന് തെറ്റുപറ്റുമോ? ദൈവത്തിന് തെറ്റുപറ്റുമോ? ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഇവൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു മറന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, എന്നാൽ ഇന്ന് നടക്കത്തില്ലെന്ന് മനസ്സിലാക്കി അതിനെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് പോലും ഉപേക്ഷിച്ച ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്നൊന്നും മാറിപ്പോയിട്ടില്ല. ഇന്നു പകൽക്കാലം ഹല്ലേലൂയ, അസാധ്യതയുടെ മേഖല നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട നിമിത്തം നിന്റെ ജീവിതത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പോയി, നിന്റെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ന് നീ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും ഓർക്കുന്നില്ല. എന്നാൽ പരിശുദ്ധമെന്ന് പ്രവചിച്ചു പറയുക, എന്റെ മുമ്പിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഉണ്ട്, എന്റെ സന്നിധിയിൽ അതെല്ലാം ഉണ്ട്. ആ ധൂപം ഇന്നും കത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഞാൻ ഇറങ്ങിയിരിക്കുക. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ, നിനക്കൊരു തലമുറയെ തരുവാൻ, നിന്റെ ശുശ്രൂഷ ശക്തിയോടെ നിന്നെ ശോഭിക്കുവാൻ, നിന്റെ തലമുറയുടെ അവസ്ഥകൾ മാറ്റി ചില രാജ്യങ്ങളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ ഇന്നു പകൽ ഞാൻ ഇറങ്ങുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? ഇത് എന്നോടുള്ള ദൈവീയ ആലോചനയാണെന്ന് ആർക്ക് സ്വീകരിക്കാൻ കഴിയും? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകല. സ്തോത്രം. സെഖരിയാവ് പറയോ, സെഖരിയാവ് അമ്പരന്നാ തിരുവചനം വായിക്കുന്നത്. ആ സുവിശേഷങ്ങളുടെ പ്രാരംഭ അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സെഖരിയാവിനോട് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ ഭാര്യ നിനക്കൊരു തലമുറയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുക, ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവം പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഹല്ലേലൂയ, നിന്റെ വാ അതുവരെ എന്ത് ചെയ്യട്ടെ,
അടഞ്ഞിരിക്കട്ടെ. ഇന്ന് പലരുടെയും വായ അടഞ്ഞു പോയതിന് കാരണം പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, പല ദൂത് നീ വിശ്വസിക്കാൻ ഒക്കാന്നത് കൊണ്ടാ. ഇന്ന് പലർക്കും കയ്യടിയില്ല, സ്തോത്രമില്ല. ദൈവദാസന്മാർ ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവരുടെ ജീവിത ദൈവിക ദൂതുകളെ വിശ്വസിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അപ്പൊ സഭയ്ക്കകത്തും മിണ്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലായിക്കോണം, അവനൊരു അവിശ്വാസിയാ. എന്തിന്റെ അവിശ്വാസി? ദൂതിന്റെ അവിശ്വാസിയാ. പാസ്റ്റർമാരെ നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും, അച്ഛന്മാരെ നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും, ഹല്ലേലൂയ, മൂപ്പന്മാരെ നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും അവർ സ്തുതിക്കത്തില്ല, അവർ സ്തോത്രം ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ ദൂതിൽ അവിശ്വസിച്ചവരാ. ഇന്നു പകൽക്കാല ദൂതിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. ദൂതിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറയും. ദൂതിൽ വിശ്വസിക്കുന്നവർ കടന്നു വന്ന ശുശ്രൂഷനെയല്ല നോക്കുന്നത്, അവർ ദൂതനെയാ നോക്കുന്നത്. ഇന്നൊരു പ്രവാചനം ഉണ്ടെന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഒത്തിരി പേര് വരും. അല്ല, ഇന്നൊരു ഒരു ദൂത് പറയുന്ന പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ പലരും മനസ്സ് വെക്കുന്നില്ല. ഞാനൊരു സഭയ്ക്കകത്തേക്ക് ചില നാളുകൾക്ക് മുമ്പ് ചെന്നു. ഒരു സഹോദരി സാക്ഷ്യം പറയുന്നത് കേട്ടു. കരഞ്ഞുകൊണ്ട് ആ സാക്ഷി പറയുന്നത്, കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുക. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ദൈവമേ, ആ സഭയുടെ അവസ്ഥ ദൈവം പ്രവർത്തിക്കണമേ. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസനെ ക്ഷണിച്ചു. വചന ശുശ്രൂഷ ശക്തമായ ദൈവിക ദൂതുകൾ വരാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഈ സഹോദരി ഒരു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമായ കാര്യം! സാക്ഷ്യത്തിന് കരച്ചിലുണ്ട്. എന്നാൽ ദൈവം അവരെ സന്ദർശിക്കുന്ന സമയമായപ്പോൾ, ദൈവിക ദൂതുകൾ അവർക്ക് ഇടപെടുന്ന സമയമായപ്പോൾ, ദൈവ ശബ്ദം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമായപ്പോൾ ഒരു കുഞ്ഞിലേക്ക് അവരുടെ ശ്രദ്ധ പിശാച് മാറ്റുവാനിടയായി. ഇന്നു പകൽ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയത്ത്, ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ദൃഷ്ടിയെ, നമ്മുടെ ഏകാഗ്രതയെ പിശാച് തകർത്ത് കളയുവാനിടയാകരുത്. ഇന്ന് അനേകർ പാപനിമിത്തം ദൈവാലയത്തിലില്ല. എന്താ കാരണം? അവർ ദൈവസ്ഥാനത്തോട് അടുക്കാൻ കഴിയുന്നില്ല. ഏതൻ തോട്ടത്തിലേക്ക് വെയിൽ അറിയപ്പോൾ ദൈവം ഇറങ്ങിച്ചെന്നു. ആദമേ, നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വെളിപ്പെടാൻ കഴിയുന്നില്ല. ഇന്ന് പലരും മറഞ്ഞിരിക്കുക. ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ, ദൈവമക്കൾ കടന്നു വരുമ്പോൾ മറയുക. സ്തോത്രം. വഴി സൈഡിലൂടെ പോകുമ്പോൾ ഒളിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ അവരെ പിന്തുടരുക, മുറുകെ പറ്റുന്ന ശീലങ്ങൾ അവരെ പിന്തുടരുക. ഇന്ന് പകൽക്കാലം നീ മാറ്റിയിട്ടും നിനക്ക് മാറ്റാനൊക്കാത്ത ചില ശീലങ്ങളെ ദൈവാത്മാവ് മാറ്റുക. വിശ്വസിച്ചാട്ട് ഒരു സഹോദരനെ ദൈവാത്മാവ് കാണിക്കുക. നിനക്ക് മാറ്റാൻ നോക്കിയിട്ട് നിനക്ക് മാറ്റാൻ കഴിയാത്ത ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ, മുറുകെ പറ്റുന്ന ശീലങ്ങൾ ഇന്നു പകൽ യേശു അതിന്മേൽ നിനക്ക് വിടുതൽ നൽകുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. നിനക്കറിയാം, നിന്റെ ഈ സ്വഭാവ നിമിത്തം നിന്റെ കുടുംബത്തിന് നാണം കേടാ, നിന്റെ സഭയ്ക്ക് ലജ്ജയാ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് തല ഉയർത്തി നിർത്താൻ ഒക്കത്തില്ല. പാസ്റ്റർ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ അതിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നു പകൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. യേശുവിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുക. കുഞ്ഞുങ്ങളെ, നിങ്ങളായിരിക്കുന്ന പഠന മേഖലകളിൽ തമാശയ്ക്ക് ആരംഭിച്ച ചില ലഹരിയുടെ ഉപയോഗങ്ങൾ, എന്നാൽ അതിന്ന് നിങ്ങളെ വേർത്തയാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ ഒക്കാത്തതുപോലെ. എന്നാൽ ഇന്നു പകൽ ദൈവാത്മാവ് അതിൽ നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുക, അതിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ചില ആഴ്ചകൾക്ക് മുമ്പ് ചില യൗവനക്കാർ എന്റെ സഭയിലേക്ക് കടന്നു വന്നു. അവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഇടയായി തീർന്നു. അപ്പൊ അതിനകത്തൊരു കുഞ്ഞിനെ ദൈവം പറഞ്ഞു, നീ അവനോട് പോയി പറ, നീ നിർത്താൻ ആഗ്രഹിച്ചിട്ടും നിർത്താൻ സാധിക്കാത്ത ചില ലഹരിയുടെ ഉപയോഗങ്ങൾ നിന്റെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, കർത്താവ് എങ്ങനെ പറയും? അവൻ ശക്തിയോട് ആരാധിക്കുന്നുണ്ട്, അവൻ ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ആരാധിക്കാത്ത കുഞ്ഞുങ്ങളുടെ അടുത്ത് വേണം ഞാൻ പോയി ദൂത് പറയാം. പരിശുദ്ധൻ പറഞ്ഞു, ആരാധിക്കുന്ന അവനോട് തന്നെ ചെന്ന് ദൂത് പറയാൻ. ദൈവമക്കളെ, അവനോട് ആ ദൂത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്നോട് തന്നെയാ പാസ്റ്ററേ, ഞാൻ നിർത്താൻ ആഗ്രഹിച്ചിട്ട് നിർത്താൻ ഒക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. നിനക്ക് ആരാധന ഉണ്ടായിരിക്കാം, നിനക്ക് പാട്ടുണ്ടായിരിക്കാം, നിനക്ക് അന്യഭാഷ ഉണ്ടായിരിക്കാം. നാം മുറുകെ പറ്റുന്ന ചില ശീലങ്ങൾ നിന്നെ പിന്തുടരുക. ഇന്ന് പകൽ യേശു നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നീ ആ ശീലങ്ങളെ താലോലിച്ച് മുന്നോട്ട് പോകരുത്. അത് നിന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇടയാവും. നിത്യ ലജ്ജയ്ക്ക് നീ കാരണമായി മാറുവാൻ ഇടയാവും. ഇന്ന് പകൽക്കാലം ആവശ്യമില്ലാത്ത ഫോൺ വിളികൾ നിർത്താം. അനേക കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, അനേക ഹല്ലേലൂയ ഭാര്യ ഭർത്തൃ ബന്ധത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, അനേക കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ബന്ധങ്ങൾ ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ നീക്കട്ടെ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട. മൂന്നാമത്തെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയാത്ത ഫോൺ ബന്ധങ്ങൾ നിനക്ക് വേണ്ട. യേശുവിന്റെ നാമത്തിൽ പറ, കർത്താവേ, അതിനകത്ത് എന്നെ കുരുക്കിയിട്ടിരിക്കുകയാണല്ലോ, ബുദ്ധിമണ്ഡലത്തെ മറിച്ചിട്ടിരിക്കുകയാണല്ലോ, അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. യേശു നിന്നെ വിടുവിക്കാൻ ഇടയായി തരും. ഒരു സഹോദര ദൈവം കാണിക്കുക.
നിനക്ക് ആവശ്യമില്ലാത്തൊരു ഫോൺ ബന്ധത്തിൽ നീ കുരുങ്ങി കിടക്കുക. ഇന്നു പകരം നിന്റെ കാര്യമാകും മാറും. സഭയിൽ നീ ഒരു മൂപ്പനാ, സഭയിലെ യുവന സംഘത്തിന്റെ വലിയ ആളായിരിക്കും നീ. സ്തോത്രം. ഇന്ന് പകൽ നീ രഹസ്യമായി താലോലിച്ചുകൊണ്ടിരിക്കുന്ന ആ ബന്ധത്തിൽ നീ പുറത്തു വരണം. അല്ലെ വരുന്ന ആളുകളെ പിശാച് നിന്നെ പരസ്യ കോലമാക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധ ദൂത് പറയും. അപ്പൊ ശ്രദ്ധിക്കണമേ. സ്തോത്രം. നമ്മൾ താലോലിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്ന ചിലതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുവാനിടയാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനും പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്നെ എന്ത് ചെയ്യുക? ദണ്ണിപ്പിച്ച് അടിമയാക്കുക. അഭിഷേകന്മാരെ, ദൈവമക്കളെ, സ്തോത്രം സ്തോത്രം. നമ്മൾ പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ, യേശുവിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കൂടെ ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മളെ ഭരിക്കുവാനിടയാകും. ഒരു ദിവസം കൊണ്ട് നമ്മൾ ആരും നന്നാകത്തില്ല, ഒരു ദിവസം കൊണ്ട് ആരും നമുക്ക് വ്യത്യാസം വരത്തില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ, സ്തോത്രം, ഇന്ന് ഒത്തിരിയൊന്നും ആയില്ല, 12 വർഷമായി തിരുവചന പുസ്തകമായി എടുക്കുവാനിടയായി തീർന്ന് അനേക പ്രസംഗങ്ങൾ എനിക്ക് മാറ്റുവാനിടയായി തീർന്നിട്ടുണ്ട്. അനേകന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാനിടയായിട്ടുണ്ട്. ഇന്നും ഞാൻ അനേക സ്വഭാവങ്ങൾക്ക് ദൈവമേ എനിക്ക് വ്യത്യാസം വരുത്തണമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എനിക്കൊരു ഭൗതിക നന്മ വെളിപ്പെടുത്തുവാനല്ല. കർത്താവേ, നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്ന എന്റെ സ്വഭാവങ്ങൾക്ക്, എന്റെ ചിന്തകൾക്ക്, എന്റെ വിചാര വികാരങ്ങൾക്ക് എനിക്കൊരു വിടുതലുണ്ടാകണം. അതെന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്ര. ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൂത് ഇത് മാത്രമേ ഉള്ളൂ. നീ കൊള്ളരുതാത്തനായി തീർന്നു പോകരുത്. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത് പോലെ നിന്റെ യൗവനം തുച്ഛീകരിക്കപ്പെട്ടു പോകാനിടയാകരുത്. നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടമായി പോകാനിടയാകരുത്. നീ നിമിത്തം നിന്റെ അനുഗ്രഹം ഇല്ലാതായി പോരും. പിതാവേ, നീ നിമിത്തം നിന്റെ തലമുറയ്ക്ക് ദോഷമാകരുത്. മാതാവേ, നീ നിമിത്തം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കെട്ടുവെപ്പ് ഉണ്ടാകരുത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ വേല ദേശത്ത് ഹല്ലേലൂയ നിന്നയായി മാറുവാനിടയാകരുത്. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ പിന്തുടരുന്ന, ഹല്ലേലൂയ, ഞങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ അനുഗമിച്ച് ഞങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾക്ക് വിട്ടുമാറുവാൻ കഴിയാത്ത സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ. അതിൽ നിന്നൊരു വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ ഞങ്ങൾ പുറത്തു വരുവാനാകും. മറ്റുള്ളവർ മുമ്പിൽ ഞങ്ങൾ നല്ല വിശ്വാസികളാ, ഞങ്ങളുടെ പ്രാർത്ഥന നല്ലതാണെന്ന് പറയുന്നു, ഞങ്ങളുടെ പ്രസംഗങ്ങൾ നല്ലതാണെന്ന് പറയുന്നു, ഞങ്ങളുടെ ആത്മീയ കൃപാവരങ്ങളുടെ ഹല്ലേലൂയ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്മയായി മാറുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില പാവപ്രവൃത്തികൾ എനിക്കുണ്ട്. കർത്താവേ, അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ അത് വിട്ടുപോകട്ടെ. യേശു അത്ഭുതം ചെയ്യട്ടെ. യേശുവിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. നിന്നെ ആ പാവടരിൽ നിന്ന് കർത്താവ് വിടുവിക്കട്ടെ. നിത്യരാജ്യത്തിൽ നിന്നെ ഉറപ്പുള്ളവനാക്കി തീർക്കട്ടെ. മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് പൽക്കാലത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീർന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സഹകരണങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഫോൺ വിളിച്ച് കിട്ടാത്തവർ വീണ്ടും വിളിക്കുക. തീർച്ചയായും നിങ്ങളുടെ അടിയങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വരവാണെങ്കിൽ നിത്യതയിൽ, അല്ല ദൈവ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും അടുത്ത ശനിയാഴ്ച 1:30 കാണുന്നവരെയും ദൈവത്തിന്റെ അഗ്നിച്ചെറുകളിൽ ദൈവം നിങ്ങളെ കാക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും വന്ദനവും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.